السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. اللهم صل وسلم وبارك على عبدك ورسولك محمد وعلى آله وصحبه والذين اتبعوهم بإحسان إلى يوم الدين. أما بعد، أعوذ بالله من الشيطان الرجيم. وما كان لمؤمن ولا مؤمنة إذا قضى الله ورسوله أمرا أن يكون لهم الخيرة من أمرهم ومن يعص الله ورسوله فقد ضل ضلالا مبينا. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, നിരന്തരമായ ദഅവ പ്രവർത്തനങ്ങളുടെയും പ്രഭാഷണങ്ങളുടെയും സെമിനാറുകളുടെയും മധ്യയാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ പ്രവർത്തകന്മാർ. ഈ ഒരുമിച്ചുകൂടൽ തന്നെ ഒരു വലിയ മഹാസമ്മേളനം അള്ളാഹുവിൻ്റെ തൗഫീഖോടുകൂടി ഫെബ്രുവരി 10-11 തീയതികളിൽ മലപ്പുറം ജില്ലയിൽ നമ്മുടെ കേരള യൂത്ത് കോൺഫറൻസ് എന്ന പേരിൽ സംഘടിപ്പിക്കപ്പെടുകയാണ്. ഇൻഷാ അല്ലാഹ് യുവാക്കളായ ചെറുപ്പക്കാരായ ദീനി രംഗത്തും അതുപോലെ പൊതുസമൂഹത്തിലുമൊക്കെയുള്ള 18 വയസ്സ് മുതൽ 45 വയസ്സ് വരെയുള്ള സഹോദരന്മാരെയാണ് ആ സമ്മേളനത്തിന് പ്രത്യേകമായി ക്ഷണിക്കുന്നത്. അല്ലാത്ത ആളുകൾക്കൊക്കെ കേൾക്കാനുള്ള സൗകര്യമുണ്ടായിരിക്കും, പക്ഷേ സമ്മേളന വേദിയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ചെറുപ്പക്കാരെയാണ്. ഇൻഷാ അല്ലാഹ് ആദ്യമായി ആ സമ്മേളനത്തിൻ്റെ സന്ദേശം ഞാൻ നിങ്ങൾക്ക് നൽകുകയാണ്. സഹോദരന്മാരെ, ഇത്രയും കണിശമായ, ക്ലിപ്തമായ, കൃത്യമായ പ്രബോധന പ്രവർത്തനങ്ങൾ എന്തുകൊണ്ടാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംഘടിപ്പിക്കുന്നത് എന്നതൊരു ചോദ്യമാണ്. കാരണം ധാരാളക്കണക്കിന് ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളും സംഘടനകളും ഒക്കെ നിലനിൽക്കെ എന്താണ് നിങ്ങൾക്ക് പ്രത്യേകമായി ആളുകളോട് പറയാനുള്ളത്? അവരൊക്കെ പറയുന്നുണ്ടല്ലോ, അതിൽ നിന്ന് വ്യത്യസ്തമായി നിങ്ങൾക്കെന്താണ് ആളുകളോട് പറയാനുള്ളത്? നമുക്കെന്താണോ അള്ളാഹു അതുപോലെ തന്നെ അവൻ്റെ പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് നമുക്ക് പറഞ്ഞു തന്നത്, അത് ജനങ്ങളോട് യാതൊരു മാറ്റവും കൂടാതെ, യാതൊരു തിരുത്തലും കൂടാതെ, യാതൊരു ദുർവ്യാഖ്യാനവും കൂടാതെ, യാതൊരു നിഷേധവും കൂടാതെ ജനങ്ങളെ പഠിപ്പിക്കുക എന്നതാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ ലക്ഷ്യം. അൽഹംദുലില്ലാഹ്, ആ രംഗത്ത് വളരെ ശക്തമായ മുന്നേറ്റമാണ് ഇന്ന് ഈ പ്രസ്ഥാനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. സഹോദരന്മാരെ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ ദൂതനായി ഈ ഭൂമിയിലേക്ക് നിശ്ചയിക്കപ്പെട്ടു. 40-ാമത്തെ വയസ്സിൽ അള്ളാഹു അദ്ദേഹത്തിന് ദിവ്യ സന്ദേശം നൽകി പ്രവാചകനായി നിശ്ചയിച്ചു. 63-ാമത്തെ വയസ്സിൽ അദ്ദേഹം മരണപ്പെട്ടു. അപ്പോൾ 40-ൽ നുബുവത്ത് കിട്ടി, 63-ൽ മരണപ്പെടുന്നതുവരെ 23 കൊല്ലം. ആ 23 കൊല്ലത്തിനടക്കാണ് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രമുല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. അങ്ങനെ ആ 5 വചനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദ്യമായി അവതരിപ്പിക്കപ്പെട്ടയിടം മുതൽ തമ്മത്ത് കലിമത്ത് റബ്ബിക, നിൻ്റെ രക്ഷിതാവിൻ്റെ വചനങ്ങൾ പൂർത്തിയായി എന്ന സന്ദേശം വരുന്നത് വരെ, വിശുദ്ധ ഖുർആൻ്റെ ആദ്യ മുതൽ അവസാനം വരെയുമുള്ള വചനങ്ങൾ അത് പൂർത്തിയായി. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ ദഅവത്തിന് വിധേയമായ അനുചരന്മാരെ കൊണ്ട് ഹിജ്റ 10-ാമത്തെ വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ജീവിതത്തിലെ ആദ്യത്തെയും അവസാനത്തെയും ഹജ്ജ് ഒരു തവണ മാത്രമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജ് നിർവഹിച്ചിട്ടുള്ളൂ. ആ ഹജ്ജ് നിർവഹണത്തിന് അദ്ദേഹം വരുമ്പോൾ ഒരുപാട് ആളുകൾ
സഹാബികളൊക്കെ അദ്ദേഹത്തിനോടൊപ്പം വന്നു. അള്ളാഹുവിൻ്റെ തൗഫീഖിനാൽ ഏകദേശം 1,00,000-ഓളം സഹാബാക്കൾ അന്ന് മക്കത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഹജ്ജിന് ഒരുമിച്ച് കൂടിയിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. അങ്ങനെ അറഫ ദിവസം ദുൽഹജ്ജ് 9 ആ സഹാബികളെ അഭിസംബോധനം ചെയ്തുകൊണ്ട് ഹജ്ജിൻ്റെ വേളകളിൽ സാധാരണ ഇമാമുകളൊക്കെ ഒരു പ്രസംഗം നിർവഹിക്കും നമസ്കാരത്തിന് മുമ്പ്. നിങ്ങൾ ഇപ്പോഴും അവിടെ ഹജ്ജ് നടക്കുകയാണെങ്കിൽ നമുക്ക് ഓൺലൈനിലൂടെ അതുപോലെ തന്നെ ചാനലിലൂടെ ഒക്കെ അവിടെ അതിന് നിശ്ചയിക്കപ്പെട്ട ഒരു പണ്ഡിതൻ ഒരു പ്രസംഗം നടത്തുന്നത് നമ്മുടെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. നമ്മളും ആ പ്രസംഗം പരിഭാഷപ്പെടുത്തി ഇവിടുത്തെ മലയാളികളായ ആളുകൾക്ക് മുഴുവൻ കേൾക്കാവുന്ന വിധം പീസ് റേഡിയോ ആ പ്രസംഗം പരിഭാഷപ്പെടുത്താറുണ്ട്. അപ്പം അത് ഈ മാതൃകയാക്കിക്കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഈ ദുൽഹജ്ജ് 9 ഈ പ്രസംഗം മാതൃകയാക്കിക്കൊണ്ടാണ് പിന്നീടുള്ള എല്ലാ കാലഘട്ടങ്ങളിലും ഹജ്ജ് നടക്കുമ്പോൾ ഒരു വലിയ പണ്ഡിതൻ, അതിനായി മുൻകൂട്ടി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പണ്ഡിതൻ ഇസ്ലാമികമായ എല്ലാ വിഷയങ്ങളും, വിശ്വാസപരമായ കാര്യങ്ങൾ, കർമ്മപരമായ കാര്യങ്ങൾ, സാമൂഹികമായ വിഷയങ്ങൾ, സ്വഭാവപരമായ കാര്യങ്ങൾ, കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അങ്ങനെ സമൂഹതലത്തിലെ എല്ലാ വിഷയങ്ങളും പ്രതിപാദിച്ചുകൊണ്ട് അതിൻ്റെ ആയത്തും അതിൻ്റെ ഹദീസും ഇതെല്ലാം പ്രതിപാദിച്ചുകൊണ്ടാണ് അദ്ദേഹം സംസാരിക്കാറുള്ളത്. അപ്പം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഈ ഹജ്ജിൻ്റെ അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ ഹജ്ജിന് ചരിത്രം പറയുന്നത് ഹജ്ജത്തുൽ വിദാ, വിട ചോദിക്കുന്ന, വിടവാങ്ങൽ ഹജ്ജ് എന്നാണ് ചരിത്രത്തിൽ അത് അറിയപ്പെടുന്നത്. വിടവാങ്ങൽ ഹജ്ജ്. അതെന്താ അങ്ങനെ പറയാൻ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹജ്ജ് കഴിഞ്ഞാൽ അധിക കാലവും ഇനി ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുകയില്ല എന്ന ചില സൂചനകൾ അദ്ദേഹത്തിൻ്റെ സംസാരങ്ങളിൽ ഉണ്ടായി. പിന്നീട് അധികം സമയം കഴിയുന്നതിന് മുമ്പ് ഏതാനും മാസങ്ങൾക്ക് ശേഷം മദീനയിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടു. അപ്പം അതുകൊണ്ടാണ് ഈ യാത്ര വിടവാങ്ങൽ പ്രസംഗം എന്ന നിലയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജ് നിർവഹിച്ച ഘട്ടത്തിൽ ദുൽഹജ്ജ് 9 സഹാബത്തിനെ അഭിസംബോധന ചെയ്ത് നടത്തിയിട്ടുള്ള പ്രസംഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, ഒരുപാട് കാര്യങ്ങൾ അവിടെ വിശദീകരിച്ചു. അതിലേറ്റവും പ്രധാനമായി അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, തറക്തു ഫീക്കും ശൈഅൈനി ലൻ തദില്ലു ബഅദഹുമാ കിതാബുല്ലാഹി വസുന്നതി ലൻ യതഫറഖാ ഹത്താ യരിദാ അൽ ഹൗദ്. ഇത് സഹീഹുൽ ജാമിഇൽ വന്നിട്ടുള്ള സഹീഹ ഹദീസാണ്. പല റിവായത്തുകളിലും അല്ലറ ചില്ലറ വാക്കുകളിൽ വ്യത്യാസങ്ങളുണ്ട്. ഏതായാലും ആശയം ഇതാണ്. ഞാൻ 2 കാര്യങ്ങൾ നിങ്ങളിൽ വിട്ടേച്ചു കൊണ്ടാണ് പോകുന്നത്. ഒന്ന് കിതാബുള്ള, അള്ളാൻ്റെ കിതാബ്. മറ്റൊന്ന് സുന്നത്തി, ആ കിതാബ് അനുസരിച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ, ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ച് തന്നിട്ടുള്ള കാര്യങ്ങൾ. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൻ തദില്ലു ബഅദഹുമാ, ആ 2 കാര്യങ്ങളും നിങ്ങൾക്കുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ വഴി തെറ്റിപ്പോവുകയില്ല. കാരണം വഴി തെറ്റേണ്ട ഒരാവശ്യമില്ല. ഏതെങ്കിലും ഒരു വിഷയത്തിൽ സംശയം ഉണ്ടായാൽ അത് ഖുർആനിലേക്കും സുന്നത്തിലേക്കും തിരിച്ചു പോയാൽ മതി. അപ്പോൾ അവിടെ അത് ഉണ്ടാവും. ലൻ യതഫറഖ, ഈ ഖുർആനും സുന്നത്തും പരസ്പരം ഭിന്നിച്ചു പോവുകയില്ല, അത് ഒന്നിച്ചു നിൽക്കും. ഹത്താ യരിദൽ ഹൗദ്, അങ്ങനെ എല്ലാവരും ഹൗദുൽ കൗസറിൽ വെള്ളം കുടിക്കാൻ പരലോകത്ത് വരുന്നത് വരെ അവിടെ വെള്ളം പകർന്നു കൊടുക്കുന്നത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അവിടെ ആ ഹൗദിൻ്റെ അടുക്കൽ എല്ലാ വിശ്വാസികളായ ആളുകളും ആ വെള്ളം പകർന്നു കിട്ടാൻ വേണ്ടി നബിയുടെ അടുക്കൽ ഒരുമിച്ച് കൂടുന്ന ആ ഘട്ടം വരെ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും വേറെ വേറെ ആക്കാൻ സാധ്യമല്ല. അത് ഒന്നിച്ചു നിൽക്കും, ഒന്നിച്ചു നിൽക്കും. എന്തുകൊണ്ടാണ് ഒന്നിച്ചു നിൽക്കുന്നത്? നമ്മുടെ അടിസ്ഥാനപരമായ, ഈ ലോകത്ത് ഏറ്റവും അടിസ്ഥാനപരമായ ഒരു കാര്യം അള്ളാഹുവിൻ്റെ ഈ കിതാബും അതിൻ്റെ വിശദാംശങ്ങളായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുമാണ്. ഇത് തമ്മിൽ യാതൊരുവിധ വ്യത്യാസവുമില്ല. സാധാരണ നമ്മൾ പറയും ഖുർആൻ 1-ാം പ്രമാണമാണ്, ഹദീസ് 2-ാം പ്രമാണമാണ്. ഇതൊരു പഴയ പ്രയോഗമാണ് സഹോദരന്മാരെ, തെറ്റായ പ്രയോഗമാണത്, തെറ്റായ പ്രയോഗമാണ്. 1-ാം പ്രമാണം 2-ാം പ്രമാണം എന്നില്ല. നേരെ മറിച്ച് 1-ാം പ്രമാണം
ആ ഒന്നാം പ്രമാണത്തിൻ്റെ തന്നെ വിശദീകരണമായ പ്രമാണമാണ് ഹദീസ്. രണ്ടിനും അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. ഖുർആൻ എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വാക്കാണ്. അതിൻ്റെ വാക്കും അതിൻ്റെ ആശയവും മനുഷ്യർക്കതിൽ യാതൊരു പങ്കുമില്ല, പരിപൂർണമായും അള്ളാഹുവിൻ്റേത്. അതാണ് ഖൈറുൽ കലാമി കലാമുല്ലാ. എല്ലാ വെള്ളിയാഴ്ചയും മിമ്പറിൻ്റെ മുകളിൽ വെച്ച് ഖത്തീബ് സംസാരിക്കുമ്പോൾ നിങ്ങൾ കേൾക്കും, ഖൈറുൽ കലാമി കലാമുല്ലാ. കലാമിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമമായ കലാം എന്താണ്? അത് അള്ളാഹിൻ്റെ കലാമായ ഖുർആനാണ്. അതുപോലെ തന്നെ ആ കലാമ് കഴിഞ്ഞാൽ, അള്ളാഹുവിൻ്റെ കലാമ് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ വിശദീകരണമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങൾ, അതാ ഖുർആൻ വചനങ്ങൾ പറഞ്ഞു. അതിൻ്റെ വിശദാംശങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് നഹലിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വഅൻസൽനാ ഇലൈക ദിക്റ ലിതുബയ്യിന ലിന്നാസി മാ നുസില ഇലൈഹിം വലഅല്ലഹും യതഫക്കറൂൻ. വഅൻസൽനാ ഇലൈക ദിക്ർ, ആ ഉത്ബോധന സന്ദേശം അഥവാ വിശുദ്ധ ഖുർആൻ, അതിനാണ് ദിക്ർ എന്ന് പറയാം. ഇന്നാ നഹ്നു നസ്സൽന ദിക്ർ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. ആ സന്ദേശം, ആ വിശുദ്ധ ഖുർആൻ നാമാണ് നിനക്ക് ഇറക്കി തന്നത്. ലോക അവസാനം വരെയും അതിന് യാതൊരു തകരാറും വരാത്ത വിധം നാം അതിനെ സംരക്ഷിക്കും. ഇന്ന് ലോകത്തുള്ള മുഴുവൻ മുസ്ലിങ്ങളും ഒരു വള്ളി പുള്ളി വ്യത്യാസമില്ലാതെ ആ ഗ്രന്ഥം അവർ ഇപ്പോഴും സംരക്ഷിക്കുന്നു, ബഹുമാനിക്കുന്നു, പരിശുദ്ധപ്പെടുത്തുന്നു, വിശ്വസിക്കുന്നു, മനഃപ്പാഠമാക്കുന്നു, അതനുസരിച്ച് പ്രവർത്തിക്കുന്നു. ഒരു വ്യത്യാസവുമില്ല. ലോകത്തുള്ള എല്ലാ പ്രദേശങ്ങളിലും എല്ലാ ഭൂഖണ്ഡങ്ങളിലും എവിടെയൊക്കെ അള്ളാഹുവിൻ്റെ സന്ദേശം എത്തിയിട്ടുണ്ടോ, എവിടെയൊക്കെ മുസ്ലിങ്ങൾ ജീവിക്കുന്നുണ്ടോ, എവിടെയൊക്കെ അള്ളാഹുവിൻ്റെ പള്ളികൾ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ടോ, എവിടെയൊക്കെ ആരാധനാലയങ്ങളുണ്ടോ, എവിടെയൊക്കെ മതപാഠശാലകളുണ്ടോ, എവിടെയൊക്കെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ടോ, എവിടെയൊക്കെ യൂണിവേഴ്സിറ്റികളിലുണ്ടോ, അവിടെയൊക്കെയുള്ള ഖുർആൻ ഒന്നാണ്. ഇതുപോലെയുള്ള ഒരു ഐക്യം വേറെ ഒരു പുസ്തകത്തിനും കാണാൻ സാധ്യമല്ല. വേറെ ഒരു മതഗ്രന്ഥങ്ങൾക്കും ഇത് അവകാശപ്പെടാൻ നിവൃത്തിയില്ല. കാരണം മതഗ്രന്ഥം എന്ന് പറയുമ്പോൾ നമ്മുടെ വലിയ മഹാഭൂരിപക്ഷം വരുന്ന മത സമുദായത്തിൻ്റെ ഗ്രന്ഥം അത് സാധാരണക്കാർക്ക് അറിയുന്നല്ല. അതിൻ്റെ ഭാഷ എന്ന് പറഞ്ഞാൽ അവരുടെ വളരെ കുറഞ്ഞ ആളുകൾക്ക് മാത്രമേ അറിയുള്ളൂ. നിങ്ങൾ ചോദിച്ചു നോക്കൂ, സംസ്കൃതം എന്നാണല്ലോ അവരുടെ വേദഭാഷ എന്ന് പറയുന്നത്. ആ സംസ്കൃതം അറിയുന്ന ആൾക്കാർ ആരാണ്? വളരെ കുറഞ്ഞ ആളുകളേ ഉള്ളൂ. അതേ പ്രകാരം തന്നെ ബൈബിളിൻ്റെ ഭാഷ ഏതാണ്? അത് അവതരിപ്പിക്കപ്പെട്ടപ്പോഴുള്ള ഭാഷ, ആ സെമിറ്റിക് ഭാഷ ഇന്ന് യഥാർത്ഥത്തിൽ നിലവിൽ തന്നെയല്ല. പിന്നെ ട്രാൻസ്ലേഷൻസ് ആണുള്ളത്. ലാറ്റിൻ ഭാഷകളിലേക്ക് അത് വിവർത്തനം ചെയ്യപ്പെട്ടു. ഇംഗ്ലീഷിലും മറ്റ് ഭാഷകളിലുമൊക്കെ നിലനിൽക്കുന്നതാണ്, പരസ്പരം വ്യത്യാസമുള്ളതാണ്. എന്നാൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ആ വിശുദ്ധ ഖുർആൻ അത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറക്കി. അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സുവിദിതമായൊരു ഭാഷയിൽ, അഥവാ ഫി ലിസാനിൻ അറബിയ്യിൻ മുബീൻ, ഏറ്റവും വ്യക്തമായ ആശയസമ്പുഷ്ടമായ ആശയങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന, ഇന്നും 10-36ഓളം രാജ്യങ്ങളിലെ മാതൃഭാഷയായിട്ടുള്ള ഐക്യരാഷ്ട്രസഭയിലെ പ്രബല ഭാഷകളിൽ ഒന്നായ, ലോകത്ത് ധാരാളക്കണക്കിന് ജനങ്ങൾ നിത്യജീവിതത്തിൽ അവരുടെ ഇടപാടുകൾക്കും ആശയങ്ങൾക്കും ഒക്കെ ഉപയോഗിക്കുന്ന അറബി ഭാഷ. നമ്മൾ തന്നെ അറബ് ലോകത്തേക്ക്, എത്രയോ അറബ് രാജ്യങ്ങളില്ലേ, അവിടേക്കൊക്കെ നമ്മുടെ കുട്ടികൾ ജോലിക്കൊക്കെ പോകുന്നു. അവിടെ സംസാരിക്കുന്നത് ഏതാണ്? വേറൊരു ഭാഷയല്ല, അറബിയാണ്. ആ അറബി ഭാഷയിലാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ. ബിലിസാനിൻ അറബിയ്യിൻ മുബീൻ, വളരെ വ്യക്തമായ അറബി ഭാഷയിൽ. അതുകൊണ്ട് ആ ദിക്ർ ഞാൻ നിനക്ക് ഇറക്കി തന്നിരിക്കുന്നു, ലിതുബയ്യിന ലിന്നാസി, ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കാൻ, മാ നുസില ഇലൈഹിം, അവർക്ക് അവതരിപ്പിക്കപ്പെട്ട ഈ വിശുദ്ധ ഖുർആന്റെ വചനങ്ങൾ അവർക്ക് വിശദീകരിച്ചു കൊടുക്കാൻ വേണ്ടി. മാത്രമല്ല ലഅല്ലഹും യതഫക്കറൂൻ, അങ്ങനെ നിന്റെ വിശദീകരണം കേട്ട് നീ അവർക്ക് ക്ലാസ് എടുക്കുമ്പോൾ, പഠിപ്പിക്കുമ്പോൾ, ഉപദേശിക്കുമ്പോൾ അവർ ചിന്തിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ വിശുദ്ധ ഖുർആനും അതിൻ്റെ ബയാൻ, ആ ബയാനാണ് ഹദീസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് രണ്ടും രണ്ടല്ല. വിശുദ്ധ ഖുർആൻ വളരെ കരുത്തുള്ള പ്രമാണമാണ്. ആ വിശുദ്ധ ഖുർആൻ്റെ വിശദീകരണമായ പ്രമാണമാണ്, അതാ ഖുർആൻ്റെ തന്നെ ഒരു വിശദീകരണമാണ് യഥാർത്ഥത്തിൽ ഹദീസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് അത് രണ്ടും രണ്ടാക്കാൻ കഴിയില്ല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതില്ല യതഫറഖാ,
ഹത്താ എരിദൽ ഹൗള, ആ വെള്ളം കുടിക്കുന്ന സ്ഥലത്ത് ഖിയാമത്ത് നാളിൽ എൻ്റെ ശരീരയും ഈ ഖുർആനും രണ്ടും വേർപെട്ടു പോകാതെ രണ്ടും ഒന്നിച്ച് എൻ്റെ അടുക്കൽ വരും. അഥവാ വേർപെടുത്താൻ ആർക്കും സാധ്യമല്ല. കാരണം ആ ഖുർആൻ വചനം ഓതിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പഠിപ്പിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ പ്രമാണത്തിൻ്റെ അടിസ്ഥാനപരമായ കാര്യം. എന്താണ്? വിശുദ്ധ ഖുർആൻ, തിരുസുന്നത്ത്. ആ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ച് നൽകി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വഹി അറിയിച്ചപ്പോൾ അത് പെട്ടെന്ന് മനഃപ്പാഠമാക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധൃതിയിൽ നാവുകൾ ചലിപ്പിച്ച് അത് മറന്നുപോകുമോ അല്ലെങ്കിൽ അത് തനിക്ക് നഷ്ടപ്പെട്ടു എന്ന് ചോദിച്ചപ്പോൾ ലാ തഅജൽ ബി ഇന്ന അലൈനാ ജംഅഹു വ ഖുർആന ഫഇദാ ഖറഅനാഹു ഫത്തബിഉ ഖുർആന. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിച്ചു, നീ ധൃതി കൂട്ടണ്ട, ധൃതിപ്പെട്ടുകൊണ്ടത് പഠിക്കാൻ ശ്രമിക്കണ്ട. കാരണം നിന്റെ ഹൃദയത്തിൽ അത് മറക്കാതെ അത് അവിടെ സൂക്ഷിച്ചു വെക്കുന്നതും പിന്നെ നിനക്ക് വഹയ്യ അറിയിച്ച സന്ദേശത്തിന് വിശദീകരണം നൽകേണ്ടതും നമ്മുടെ ബാധ്യതയാണ്. ഇന്ന അലൈന ജംഅഹു, ഈ നീണ്ട വർഷങ്ങളിൽ നിനക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മുഖേന ഇറക്കി തന്നിട്ടുള്ള ഈ വിശുദ്ധ ഖുർആൻ, ആ വിശുദ്ധ ഖുർആൻ നിനക്ക് നിന്റെ ഹൃദയത്തിൽ അത് ജമ്മ് ചെയ്യുക, ഒന്നും ഒരക്ഷരവും പോലും വിട്ടുപോകാതെ നിന്റെ മനസ്സിൽ അത് ഹൃദ്യസ്ഥമാക്കി തരിക. അത് പടച്ചോൻ്റെ ബാധ്യതയാണ്. അപ്പം നബി അത് മറന്നുപോകില്ല. സുമ്മ ഇന്ന അലൈന ബയാന, പിന്നെ ആ ഖുർആൻ്റെ വിശദാംശങ്ങൾ അതും നിനക്ക് പഠിപ്പിച്ചു തരേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. അപ്പോൾ സഹോദരന്മാരെ, ഖുർആനും ഖുർആൻ്റെ വിശദാംശങ്ങളായ ഹദീസുകളും അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ ഒരു കാര്യം നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. അതുകൊണ്ട് ആ വിശദീകരണം നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും അനിവാര്യമാണ്. ഇപ്പോൾ സക്കാത്ത് കൊടുക്കണം, ഇപ്പോൾ റമദാൻ മാസമൊക്കെ വരികയാണല്ലോ. സക്കാത്ത് കൊടുക്കണമെന്ന് ഒരുപാട് സ്ഥലങ്ങളിൽ അഖീമുസ്സലാത്ത വആത്തു സക്കാത്ത, അഖീമുസ്സലാത്ത വആത്തു സക്കാത്ത ആവർത്തിച്ച് 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 പല സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ വിശുദ്ധ ഖുർആനിലെ ആയത്ത് മാത്രം നോക്കി സക്കാത്ത് കൊടുക്കാൻ പറ്റുമോ? പറ്റൂല. അതിൻ്റെ വിശദാംശങ്ങളുള്ളത് പ്രവാചകൻ പഠിപ്പിച്ചു തന്നതാണ്. അത് കൃഷികളാണെങ്കിൽ അതിന് ഇത്ര കൊടുക്കണം, സ്വർണവും വെള്ളിയുമാണെങ്കിൽ അതിന് ഇത്ര കൊടുക്കണം, അതുപോലെ തന്നെ നിങ്ങളുടെ കച്ചവടത്തിലാണെങ്കിൽ അതിന് ഇത്ര കൊടുക്കണം. ആടുമാടുകൾക്ക് അവർ കാര്യമായി അവരുടെ ഉപജീവനത്തിൻ്റെ മാർഗം ആടുകളും ഒട്ടകങ്ങളും ഒക്കെ ആയിരുന്നല്ലോ. അപ്പം അതിനൊക്കെ ഇത്ര ഒട്ടകമുണ്ടായാൽ ഇത്ര കൊടുക്കണം, ഇത്ര ആടുണ്ടായാൽ ഇത്ര കൊടുക്കണം. ഇതൊക്കെ നബി കണക്ക് പ്രകാരം വിശദീകരിച്ചു. ഇതൊക്കെ ഖുർആനിലുണ്ടോ? അനന്തരാവകാശ നിയമങ്ങൾ കുറേ അധികം വിശുദ്ധ ഖുർആൻ വിശദീകരിച്ചു. സൂറത്തു നിസായിൽ ആണുങ്ങൾക്ക് ഇത്ര, പെണ്ണുങ്ങൾക്ക് ഇത്ര, ബാപ്പക്കിത്ര, ഉമ്മക്കിത്ര, ഭാര്യക്കിത്ര ഒക്കെ വിശദീകരിച്ചു. എന്നാൽ ചില വിശദാംശങ്ങൾ ചിലപ്പോൾ അങ്ങനെ കുറേ അധികം അനന്തരാവകാശികളുടെ വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ കുറേ കാര്യങ്ങൾ പ്രവാചകൻ, പ്രത്യേകിച്ച് കലാല പോലെയുള്ള മസാലകൾ, അത് പ്രവാചകൻ്റെ വിശദീകരണങ്ങളിൽ നമുക്ക് മനസ്സിലാകുന്നു. ഇന്നതാണ് അതിൻ്റെ ഉദ്ദേശം. അങ്ങനെ ഓരോ വിഷയങ്ങളും നിങ്ങൾ പഠിച്ചു. ഹജ്ജ്, മനാസിക്കുൽ ഹജ്ജ്, ഹജ്ജിൻ്റെ അമലുകൾ 6 ദിവസം, യൗമു തുർവിയ, യൗമു അറഫ, വയൗമു നഹർ, അയ്യാമു തശ്രീഖ്. അയ്യാമു തശ്രീഖ് 3 ദിവസം. ഈ 6 ദിവസമാണ് ഹജ്ജ്. ഈ ദിവസങ്ങളിലൊക്കെ ചെയ്യേണ്ട കർമ്മങ്ങളുണ്ട്. യൗമു തുർവിയൻ്റെ അന്ന് മിനയിലേക്ക് പോകണം, പിന്നെ അറഫയിലേക്ക് വരണം, പിന്നെ അന്ന് തന്നെ രാത്രി മുസ്ദലിഫയിൽ പോയി താമസിക്കണം, പിന്നെ മുസ്ദലിഫയിൽ നിന്ന് തവാഫിന് വരണം, പിന്നെ അന്ന് അഖബക്ക് എറിയണം, പിന്നെ പിറ്റേ ദിവസം മുതൽക്ക് 3 ജംറകൾക്ക് എറിയണം. ആ യൗമുൻ നഹറിൻ്റെ അന്ന് തന്നെ മുടിയെടുക്കണം, അറവ് നടത്തണം, തവാഫ് ചെയ്യണം, തവാഫ് അൽ ഇഫാദ എന്ന് പറയുന്ന തവാഫ് ചെയ്യണം, അന്ന് തന്നെ അഖബ ജംറക്ക് എറിയും വേണം. ഇതൊക്കെ ആരാണ്? ഇത്രയും വിശദമായി ഖുർആനിലുണ്ടോ? ഇല്ല. ഖുർആൻ്റെ വിശദാംശങ്ങൾ അത് ഹദീസിലാണുള്ളത്. അപ്പോൾ നമ്മുടെ പ്രമാണം എന്ന് പറയുന്നത് ഖുർആനും ഹദീസുമാണ്. നമുക്ക് ആവശ്യമുള്ള എല്ലാ വിശദീകരണങ്ങളും നമ്മെ പഠിപ്പിച്ചുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയിട്ടുള്ളത്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തറക്തുക്കും അലാ മഹജ്ജത്തിൻ ബൈളാ ലൈലുഹാ കനഹാരിഹാ ലാ യസീഗു അൻഹാ ഇല്ലാ ഹാലിക്. ഞാൻ നിങ്ങളെ ഒരു തുറന്ന മൈതാനിയിൽ വിട്ടുകൊണ്ടാണ് പോകുന്നത്. ആ തുറന്ന മൈതാനിയിൽ എല്ലാം നിങ്ങൾക്ക് കാണാം. ലൈലുഹാ കനഹാരിഹ, അവിടുത്തെ രാവും പകലും ഇരുട്ടും വെളിച്ചവും ഒരുപോലെയാണ്. അതായത് നിങ്ങളുടെ മുമ്പിൽ അവ്യക്തമായ, മനസ്സിലാക്കാൻ പറ്റാത്ത
നിങ്ങൾക്ക് വിശദീകരിക്കാൻ സാധ്യമല്ലാത്ത കാര്യങ്ങളൊന്നും അതിലില്ല. എല്ലാം സുവ്യക്തമാണ്. ആ സന്ദേശം നിങ്ങൾക്ക് മുമ്പിൽ ഉണ്ടായിട്ട് ഇനി തെറ്റിപ്പോവുകയാണെങ്കിൽ, ഇനി അവതാളത്തിലേക്ക് ചാടുകയാണെങ്കിൽ അത് ലാ യസീഖുന ഇല്ല ഹാലിക്, സ്വയം നശിച്ചവനല്ലാതെ അങ്ങനെ അതിൽ നിന്ന് വഴിതെറ്റിപ്പോവുകയില്ല. അതാണ് ഇവിടെ പറഞ്ഞത്. എന്താണ്? മാ കാനലി മുഅ്മിനിൻ വലാലി മുഅ്മിനത്തിൻ ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുമുൽ ഖിയറത്തു മിൻ അംരിഹിം. ഒരു വിശ്വാസിയായ പുരുഷനോ ഒരു വിശ്വാസിനിയായ പെണ്ണിനോ പാടില്ല, ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറൻ, അള്ളാഹുവും അതുപോലെ തന്നെ പ്രവാചകനും ഒരു കാര്യം നിങ്ങളോട് കൽപ്പിച്ചു, അൻ യകൂന ലഹുമുൽ ഖിയറത്തു മിൻ അംരിഹിം, പിന്നെ അവർക്ക് അവരുടെ സ്വാതന്ത്ര്യമനുസരിച്ച് പ്രവർത്തിക്കാൻ പാടില്ല. ഈ ആയത്തിറങ്ങുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹധർമ്മിണിയായ സൈനബ്, അവരെ നബി വിവാഹം കഴിക്കുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ വളർത്തുപുത്രൻ എന്നറിയപ്പെടുന്ന സെയ്ദ് ബിൻ ഹാരിസത്തിന് വേണ്ടി നബി വിവാഹം അന്വേഷിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം ഖുറൈശി അല്ലല്ലോ, പുറം നാട്ടിൽ നിന്ന് അടിമയായി വന്ന് ഖദീജ ബീവി മുഖേന അദ്ദേഹത്തിന് ലഭിച്ചു. അദ്ദേഹം ആ സെയ്ദ് ബിൻ ഹാരിസത്തിന് സ്വാതന്ത്ര്യം നൽകി. ആ സെയ്ദ് ബിൻ ഹാരിസത്തിനെ ഭർത്താവായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൈനബിനോട് സ്വീകരിക്കാൻ ആവശ്യപ്പെട്ടു. പക്ഷേ അവർക്കല്പം അനിഷ്ടം തോന്നി. അതെങ്ങനെയാണ്? ഒരു ഖുറൈശി തറവാട്ടിലെ കുലീനയായ ഒരു വലിയ തറവാട്ടിലെ പിറന്ന സൈനബ ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹ, അവർ അല്പം ആ കുടുംബത്തിൻ്റെ ഒരു വിസമ്മതമുണ്ടായി നബിയുടെ നിർദ്ദേശം സ്വീകരിക്കാൻ. അപ്പം ഇറങ്ങിയ ആയത്താ അത്. അള്ളാഹു ഒരു കാര്യം കൽപ്പിച്ചാൽ, റസൂൽ ഒരു കാര്യം കൽപ്പിച്ചാൽ, പിന്നെ നിങ്ങൾ നിങ്ങളുടെ തീരുമാനമായിട്ട് മുന്നോട്ട് പോവുകയോ പാടില്ല. അപ്പടി അനുസരിക്കണം, അതിൽ ഒരു തെല്ല് പോലും മാറാൻ പാടില്ല. ഈ ആയത്തിറങ്ങിയപ്പോൾ അവർ സ്വീകരിച്ചു. സെയ്ദിനെ ഭർത്താവായി സൈനബ ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹ സ്വീകരിച്ചു. പക്ഷെ സ്വാഭാവികമായും മനുഷ്യരാണല്ലോ, ആ പ്രകൃതം കൊണ്ട് ആ വിവാഹ ജീവിതം കുറേ കാലം മുന്നോട്ട് പോയില്ല. അതിലൊക്കെ പ്രശ്നങ്ങളുണ്ടായി. അങ്ങനെ ഭർത്താവായ സെയ്ദ് വന്ന് നബിയോട് ഇങ്ങനെ ആവലാതി പറയും, പ്രശ്നങ്ങളും കുടുംബ പ്രശ്നങ്ങളും ഒക്കെ ഇങ്ങനെ ചർച്ച ചെയ്യും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോഴൊക്കെ ക്ഷമിക്ക് സെയ്ദേ, ക്ഷമിക്ക്. ജീവിതമെന്ന് പറയുന്നാൽ കുറേ ക്ഷമയും കുറേ സഹനവും കുറേ അടുക്കും ചിട്ടയും കുറേ ക്രമീകരണങ്ങളൊക്കെ ആവശ്യമുള്ളതാണ്, നീ ക്ഷമിക്ക്. അങ്ങനെ അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറേ ദിവസങ്ങൾ നീണ്ടപ്പോൾ നബിക്ക് മനസ്സിലായി ഇവർ തമ്മിലുള്ള ഒത്തുപോവുകയില്ല എന്ന്. ഫലമ്മാ ഖളാ സെയ്ദുൻ മിന്നാ വതറ സവ്വജ്നാകഹ. അപ്പോൾ ഉടനെ തന്നെ അള്ളാഹുവിൻ്റെ വചനം ഇറക്കി. അഥവാ സെയ്ദ് അദ്ദേഹത്തിൻ്റെ ആവശ്യം ആ സഹോദരിയിൽ നിന്ന് അഥവാ സൈനബിൽ നിന്ന് പൂർത്തിയാക്കി അവരെ വിവാഹമോചനം ചെയ്താൽ നിനക്ക് ആ സ്ത്രീയെ ഞാൻ വിവാഹം ചെയ്തു തരുന്നു. ആരെ? അള്ളാഹ്. സവ്വജ്നാകഹ, അതാണ് സംഭവം. അപ്പം ഞാൻ ആ ചരിത്രം വരാനല്ല ഇവിടെ ഉദ്ധരിച്ചത്. ഇവിടെ പറയാനുള്ളത്, ഒരു കാര്യം അള്ളാഹുവിൻ്റെ റസൂല് ആവശ്യപ്പെട്ടിട്ട് അത് വേണ്ടെന്ന് വെക്കാനുള്ള സ്വാതന്ത്ര്യം ഒരു സത്യവിശ്വാസിക്കില്ല. സഹോദരന്മാരെ, എല്ലാ കാര്യങ്ങളും ഈ ക്രൈറ്റീരിയ ഫൽയഹ്ദരില്ലദീന യുഖാലിഫൂന അൻ അംരിഹി അൻ യുസീബഹും ഫിത്നത്തുൻ ഔ യുസീബഹും അദാബുൻ അദീം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, ഫൽയഹ്ദരില്ലദീന യുഖാലിഫൂന അൻ അംരിഹി. ആ പ്രവാചകൻ്റെ ഏതെങ്കിലും ഒരു നിർദ്ദേശത്തിന് വിപരീതമായി ഒരുത്തം പ്രവർത്തിക്കുകയാണെങ്കിൽ അവർ സൂക്ഷിച്ചു കൊള്ളട്ടെ. അള്ളാഹു ശക്തമായി താക്കീത് ചെയ്യുകയാണ്. അള്ളാഹിൻ്റെ താക്കീതാണത്. പടച്ചവനൊരു കാര്യം പറഞ്ഞിട്ട് റസൂലൊരു കാര്യം പറഞ്ഞിട്ട് അത് സ്വീകരിക്കാനുള്ള വിമ്മിഷ്ടം, അതെനിക്ക് വേണ്ട, അതെനിക്ക് സ്വീകാര്യമല്ല എന്ന് പറയുകയാണെങ്കിൽ സഹോദരന്മാരെ, അത് ധിക്കാരമാണ്. അതിന് പറയുക ധിക്കാരമെന്നാണ്. അതുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, മാ കാന ലി മുഅ്മിനിൻ വലാ ലി മുഅ്മിനത്തിൻ ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുമുൽ ഖിയറത്തു മിൻ അംരിഹിം വമൻ യഅസില്ലാഹ വറസൂലുഹു ഫഖദ് ളല്ല ളലാലൻ ബഈദ. അല്ലാഹുവിനും റസൂലിനും ധിക്കരിച്ചവൻ, അവർ രണ്ടുപേരുടെയും കൽപ്പനകൾ തള്ളിക്കളഞ്ഞവൻ, അതെനിക്ക് ബാധകമല്ല എന്ന് പറയുന്നവൻ, ഫഖദ് ളല്ല ളലാലൻ ബഈദ, അവൻ അങ്ങേറ്റം വഴികേടിലായിത്തീർന്നു. ഒരു ഉദാഹരണം
ഇപ്പോൾ കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട എല്ലാവർക്കും അറിയുന്നതാണ് ഒരു ചർച്ച, ഒരു വൈജ്ഞാനിക ചർച്ച. വൈജ്ഞാനിക ചർച്ചത്തിൻ്റെ കേന്ദ്ര ബിന്ദു എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ അദ്ദേഹത്തിന് അനുഭവപ്പെട്ടത്, സബൂഉൽ മൂബിക്കാത്തിൽ 7 മഹാപാപത്തിൽപ്പെട്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നബി എണ്ണീട്ടുള്ള രണ്ടാമത്തെ കാര്യം സിഹർ. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയുടെ 102-ാമത്തെ ആയത്തിൽ അവിടെ വിശുദ്ധ ഖുർആനിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ള കാര്യം സിഹർ. അതൊരിക്കലും ചെയ്യാൻ പാടില്ല, സിഹറിൻ്റെ അടുത്ത് പോലും പോകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ആരെങ്കിലും സിഹറുമായി ബന്ധപ്പെട്ട് സിഹർ ചെയ്യുകയും അങ്ങനെ ജനങ്ങൾക്കിടയിൽ ഫിത്നയുണ്ടാക്കുകയും ചെയ്താൽ അവനുള്ള വിധി മഖ്തൂൽ, അവനെ കൊല്ലണം, സാഹിറിനെ കൊല്ലണം. ഇസ്ലാമിൻ്റെ വിധി അതാണ്. അതുകൊണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ചിലപ്പോൾ സൗദി അറേബ്യയിലെ അറബി പത്രങ്ങളിലൊക്കെ ന്യൂസ് ഉണ്ടാവും, സാഹിറത്തിനെ വധിച്ചു. അവരുടെ എല്ലാ കാര്യങ്ങളും പരിശോധിച്ച് ജഡ്ജി അവരെ കൊല്ലാൻ വിധിക്കും. കാരണം പാടില്ലാത്തതാണ് സിഹർ, ചെയ്യാൻ പാടില്ലാത്തതാണ്, മഹാപാപത്തിൽപ്പെട്ടതാണ്. ആ മഹാപാപത്തിൽപ്പെട്ട, ചെയ്യാൻ പാടില്ലാത്ത അഥവാ ചെയ്താൽ ആ കാര്യവുമായി ജനങ്ങൾക്കിടയിൽ ഫിത്നയും കുഴപ്പവും നാശവും ഉണ്ടാക്കി നടക്കുന്ന ഒരു സാഹിറിനെ എന്തു ചെയ്യണം? ഇസ്ലാമിക ഭരണകൂടമുണ്ടെങ്കിൽ ആ സാഹിറിനെ കൊന്നുകളയും. അപ്പോൾ മനസ്സിലായല്ലോ നിങ്ങൾക്ക് സിഹിറിന് എന്താണ് ഇസ്ലാമിൻ അതിൻ്റെ വെച്ചിട്ടുള്ള മതവിധി എന്നത്. ഇവിടെ സംശയം എന്താണ്? ഇത് വെറും ഒരു വാക്കാണ്. മാരണക്കാരനായ അങ്ങനെ ഒരു മാരണമില്ല. മാരണം കൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് വേറൊരാളെ ചെയ്യാൻ കഴിയില്ല. അതൊക്കെ വെറും അന്ധവിശ്വാസമാണ്. അങ്ങനെ മാരണം കൊണ്ട് ഏതെങ്കിലും വിധത്തിൽ ഒരാൾക്ക് ഉപദ്രവം ചെയ്യാൻ സാധിക്കും, അഥവാ സിഹർ ബാധിക്കുമെന്ന് വിശ്വസിച്ചാൽ വിശ്വസിച്ചവൻ കാഫിറും മുശ്രിക്കുമാണ്. ഇതാണ് വാദം. ഇത് വേറെ ആരുമല്ല, നമ്മുടെ വലിയ മുജാഹിദുകൾ എന്നറിയപ്പെടുന്ന, അഥവാ പ്രമാണങ്ങൾക്കും വിശുദ്ധ ഖുർആനിനും തിരുസുന്നത്തിനും അനുസരിച്ച് അതിന് പ്രാധാന്യം കൊടുക്കുന്ന, അതിന് ഏറ്റവും നിലയും വിലയും കൽപ്പിക്കുന്ന ആളുകൾ എന്ന് അറിയപ്പെടുന്നത് മുജാഹിദുകളാണ്. നമ്മുടെ ഈ കേരളക്കരയിലെ പതിറ്റാണ്ടുകൾ പരിശോധിച്ചാൽ ആ ചരിത്രം നമുക്കറിയാം. അള്ളാഹുവിൻ്റെ പ്രമാണത്തിന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വിലയും നിലയും കൊടുക്കുന്ന ആരാണ്? മുജാഹിദുകളാണ്. ആ മുജാഹിദുകളിൽ ഒരു വിഭാഗത്തിൻ്റെ നിലപാടാണിത്. ഏത്? സിഹർ എന്ന് പറയുന്നത് വെറും വിഡ്ഢിത്തമാണ്, അന്ധവിശ്വാസമാണ്. ആ അന്ധവിശ്വാസം ആർക്കെങ്കിലും അതുകൊണ്ട് ദോഷമോ ഗുണമോ ഉണ്ടാകും എന്ന് ആരെങ്കിലും വിശ്വസിച്ചാൽ അവൻ കാഫിറും മുശ്രിക്കുമായി. സഹോദരന്മാരെ, വിഷയം വളരെ ഗൗരവമാണ്. ഇപ്പം ഈ കാലത്തും സിഹറും പറഞ്ഞ് നടക്കുകയാണ്. എന്നിട്ട് നിങ്ങൾ എൻ്റെ ഈ സംസാരത്തിനെ കുറിച്ച് ചോദിക്കണം. ഞാൻ സിഹർ വിശദീകരിക്കാനോ സിഹറിൻ്റെ കാര്യം മനസ്സിലാക്കാനല്ല പറയണം. ഞാൻ എൻ്റെ വിഷയം പ്രമാണത്തിലേക്ക് മടങ്ങുക എന്നാണ്. ആ പ്രമാണത്തിലേക്ക് മടങ്ങാൻ വളരെ അടുത്ത് നടന്ന ഒരു സംഭവം ഞാൻ നിങ്ങൾക്കൊരു ഉദാഹരണമായി പറഞ്ഞു തരുന്നത് മാത്രം. അപ്പോൾ 2 ആളുകൾ അവിടെ ചർച്ച നടത്തുകയാണ്. ഒരാൾ വിശുദ്ധ ഖുർആന്റെ ആയത്ത് കൊണ്ട്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് കൊണ്ട്, പണ്ഡിത ലോകത്തിൻ്റെ മുഴുവൻ ഇജ്മാ ആയ അഭിപ്രായം കൊണ്ട് സിഹിർ എന്ന് പറയുന്നത് ഫലിക്കും, അതിന് യാഥാർത്ഥ്യമുണ്ട്, അതിന് ഹഖീഖത്തുണ്ട്, ധാരാളക്കണക്കിന് ഗ്രന്ഥങ്ങൾ, അറിയപ്പെട്ട ഒരുപാട് പണ്ഡിതന്മാർ, അതുപോലെ തന്നെ വിശുദ്ധ ഖുർആന്റെ വചനങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങൾ. അദ്ദേഹത്തിന് തന്നെയും ജൂതന്മാർ സിഹിർ ചെയ്തു. ആ സിഹിർ കൊണ്ട് അദ്ദേഹത്തിന് ശാരീരികമായ ചില ബുദ്ധിമുട്ടുകളുണ്ടായി. എന്നാൽ അദ്ദേഹത്തിന് വഹീനോ, അദ്ദേഹം പ്രബോധനം ചെയ്യുന്ന ദീനിനോ, അദ്ദേഹത്തിൻ്റെ സന്ദേശ പ്രചാരണത്തിനോ അതൊരിക്കലും ബാധിച്ചിട്ടില്ല. നേരെ മറിച്ച് ശാരീരികമായ ചില ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായി. ഇതൊക്കെ പ്രമാണത്തിലുള്ളതാണ്. ഇതെല്ലാം കയ്യിലെടുത്തു വെച്ച ഒരു നെല്ലിക്ക പോലെ വ്യക്തമായ, അത്രയും സ്പഷ്ടമായ തെളിവിൻ്റെയും പ്രമാണത്തിൻ്റെയും അടിസ്ഥാനത്തിൽ മുസ്ലിം ലോകത്തെ മഹാഭൂരിപക്ഷം വരുന്ന, പണ്ഡിതൻ ലോകത്തിൻ്റെ മുഴുവൻ ഇജ്മാ ഉള്ള, മൂക്ക് കീപ്പട്ടായ ഒരു മനുഷ്യൻ പോലും സിഹിറിന് മുഅ്തസിലിയാക്കളല്ലാതെ, യുക്തിക്കനുസരിച്ച് മതത്തെ തീരുമാനിക്കുന്ന ആളുകളല്ലാതെ, അഖലാനികൾ എന്ന് പറയുന്ന ആളുകളല്ലാതെ, ബുദ്ധിക്ക് നഖൽ അഥവാ പ്രമാണം, നഖൽ അറബിയിൽ പറയുന്ന നഖൽ എന്നാണ്. അപ്പോൾ പ്രവാചകനിൽ നിന്ന്, ഖുർആനിൽ നിന്ന്, പ്രവാചകനിൽ നിന്ന് നഖലായി വിശ്വാസയോഗ്യമായ പരമ്പരകളിലൂടെ
നമുക്ക് തെളിഞ്ഞു വന്നിട്ടുള്ള കാര്യങ്ങൾ. ആ കാര്യങ്ങൾ ഉണ്ടായിരിക്കുമ്പോൾ നമ്മൾ അതിലേക്ക് മടങ്ങണം. അതാണല്ലോ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാവുമ്പോൾ ഒരാൾ പറയുന്നു, അല്ല സഹോദരന്മാരെ, നിങ്ങളൊക്കെ അത് ശ്രദ്ധിച്ചതാണ്. ഇപ്പോൾ നമ്മുടെ ഈ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ ഇത് കിട്ടും, അത് കേൾക്കുന്നത് നല്ലതാണ്. എന്താണ് സംഭവം? എന്താണിപ്പോൾ ഈ വലിയ വിഷയമായി മുജാഹിദുകൾക്കിടയിൽ ഒരു വിഷയമായത്? നല്ല ഒരു സമയത്താണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെയൊരു സംസാരത്തിനുള്ള വേദി ഒരുക്കിയത്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്കല്ല ഞാൻ പോണത്, നിങ്ങൾക്ക് യൂട്യൂബിൽ കിട്ടും. പക്ഷേ ഇവിടെ പ്രമാണം അംഗീകരിക്കുകയില്ല. വ്യക്തമായ പ്രമാണം നമ്മുടെ മുമ്പിലുണ്ട്, പ്രമാണം അംഗീകരിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹ്ർ ബാധിച്ചിട്ടുണ്ട്, അംഗീകരിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ പ്രഭാതത്തിൽ 7 അജ്വ കാരക്ക തിന്നാൽ, ഇത് ഹദീസിലുള്ളതാണ്, സഹിഹ ഹദീസാണ്, പരമ്പര വളരെ നല്ല ഹദീസാണ്, യാതൊരു കുഴപ്പവുമില്ലാത്ത ഹദീസാണ്, പ്രമാണത്തിലുള്ളതാണ്. ആ അജ്വ കാരക്ക നിങ്ങൾ തിന്നാൽ നിങ്ങൾക്ക് അന്ന് വിഷം തീണ്ടുകയില്ല, വിഷം ബാധിക്കുകയില്ല, നിങ്ങളെ സിഹിർ ബാധിക്കുകയില്ല. ഇത് പറഞ്ഞു. അപ്പോൾ ഇത് പരിഹസിച്ച് നടക്കല പണി. ഈ പറഞ്ഞ കുഫറാണ്, ശിർക്കാണ് എന്ന് വാദിക്കുന്ന ആ സംഘത്തിൽപ്പെട്ട ഒരു പണ്ഡിതൻ പറയാണ്, ഇതാ ഞാൻ ഇവിടെ നിൽക്കണ്, കൊണ്ടോരി, വിഷം കൊണ്ടോരി, ഞാൻ കുടിച്ചിട്ട് അജ്വാകാരൊക്കെ തിന്നിട്ട് ഞാൻ വിഷം കുടിക്കാം. ഞാൻ അവരെന്തേ വിഷം കൊണ്ടേ കൊടുക്കാഞ്ഞെന്നപ്പോൾ എനിക്ക് ചിന്ത. അപ്പം കൊണ്ടേ കൊടുക്കണ്ടേ? ഞാൻ വെല്ലുവിളിക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് വളരെയധികം പരിഹാസം. ആരെയാണ് ഈ പരിഹസിക്കുന്നത്? അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞ ഒരു വചനത്തെ, മുസ്ലിം ലോകം മുഴുവനും അംഗീകരിക്കുന്ന സഹിയായ ഒരു ഹദീസിനെ അത് പരിഹസിക്കുകയാണ്. അപ്പോൾ പ്രമാണം എന്താണ്? നമ്മുടെ യുക്തിക്കും ബുദ്ധിക്കും യോജിക്കുന്നില്ല. ഇൻ തത്തബിഊന ഇല്ലാ റജുലൻ മസ്ഹൂറ, പ്രവാചകനെ കുറിച്ച് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, നിങ്ങൾ പിൻപറ്റുന്നത് സിഹിർ ബാധിച്ച ഒരാളെയാണ് എന്ന് മുശ്രിക്കുകൾ ആക്ഷേപിക്കുന്നു. അപ്പോൾ അതിനർത്ഥം റസൂലിന് സിഹിർ ബാധിച്ചിട്ടില്ല എന്നല്ലേ? ആ ആയത്തിൻ്റെ വൈരുദ്ധ്യം ആണ് നിങ്ങൾ സിഹിർ ബാധിച്ചു എന്ന് പറയുന്ന ഹദീസ്. ആ ഹദീസ്, ബുഖാരിയിലുള്ള ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹിർ ബാധിച്ചു എന്ന ഹദീസ് ഈ ആയത്തിൻ്റെ എതിരാണ്, വിപരീതമാണ്. സഹോദരന്മാരെ, അത് നമ്മൾ പറഞ്ഞാൽ മതിയോ? ഈ അഫ്സലുലമക്ക്, സഹോദരന്മാരെ, ഈ പരിപാടി കഴിഞ്ഞ ശേഷം ജമാഅത്തായി പോയി നമസ്കരിക്കാമെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ സഹീഹായ പ്രവാചകൻ പറഞ്ഞ ഈ ഹദീസ് സിഹിർ നിഷേധിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വീകാര്യമല്ല. അത് തള്ളിക്കളയുന്നു, പ്രമാണത്തെ നിഷേധിക്കുന്നു. കാരണം അത് ബുദ്ധിക്ക് യോജിപ്പല്ല. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹിർ ബാധിച്ചു എന്ന ഹദീസ് ഞങ്ങൾക്ക് സ്വീകാര്യമല്ല. കാരണം എന്താണ്? ഖുർആനിൽ ആയത്തുണ്ട്, സിഹിർ ബാധിച്ചവനെയാണ് നിങ്ങൾ പിൻപറ്റുന്നത് എന്ന ആക്ഷേപം മുശ്രിക്കുകൾ പറഞ്ഞു. ഇത് ആർക്കാ മനസ്സിലായത്? ശരിക്ക് പറഞ്ഞാൽ ശ്രദ്ധിച്ചോളി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ ആയത്ത് ഇറങ്ങിയല്ലോ, ഇറങ്ങുന്ന സമയത്ത് അതിൻ്റെ മുന്നിലുള്ള സഹാബത്ത്, അവരാണല്ലോ അത് ആദ്യം കേൾക്കുക, അവർക്കാണല്ലോ നബി ആദ്യം പഠിപ്പിച്ചു കൊടുക്കുക. ആ സഹാബത്തിൽ നിന്ന് ഇത് കേട്ട താബിയുകൾ അഥവാ സഹാബത്തിൻ്റെ ശിഷ്യന്മാർ എന്നറിയപ്പെടുന്ന മുജാഹിദ് പോലെയുള്ള താബിയങ്ങളിൽപ്പെട്ട പ്രഗത്ഭന്മാരായ പണ്ഡിതന്മാർ, ആ പണ്ഡിതന്മാർ അവർക്ക് ശേഷം അടുത്ത തലമുറയ്ക്ക് അത് പഠിപ്പിച്ചു കൊടുക്കുന്നു. ഇങ്ങനെ ഏത് പ്രവാചകൻ്റെ സഹാബികളുടെ കൂട്ടത്തിലോ താബികളുടെ കൂട്ടത്തിലോ ഇന്നേ വരെയുള്ള അറിയപ്പെട്ട ഏതെങ്കിലും ഒരു പണ്ഡിതൻ, 4 മദ്ഹബിൻ്റെ ഇമാമുകൾ ആരെങ്കിലും ഒരാളായാൽ മതി, അഹ്മദ് ഇബ്നു ഹംബലോ ഷാഫിയോ അതുപോലെ തന്നെ ഇമാം മാലിക്കോ അതുപോലെ തന്നെ പിന്നെ ഈ പറഞ്ഞ ഈ 4 മദ്ഹബിൻ്റെയും ഇമാമുകൾ അല്ല ആരെങ്കിലും ഒരാൾ പറഞ്ഞാൽ മതി, ഇത് ഈ ആയത്തിനെതിരാണ്, അതുകൊണ്ട് ഈ ഹദീസ് സ്വീകരിക്കേണ്ടത്. അവരൊക്കെ ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. ഈ ഹദീസ് ഉദ്ധരിക്കുന്നത് തന്നെ അസഹുൽ കിതാബി ബഅദ കിതാബില്ല, അള്ളാഹിൻ്റെ കിതാബ് കഴിഞ്ഞാൽ ഈ ലോകത്തെ ഏറ്റവും അസഹ്, ഏറ്റവും ശരിയായ 2ാം സ്ഥാനത്തുള്ള വിശുദ്ധ ഖുർആൻ പറഞ്ഞാൽ മതപരമായ വിധികൾക്ക് സത്യവിശ്വാസികളായ ആളുകൾ തെളിവ് പിടിക്കുന്ന ബുഖാരി. അങ്ങനെയാണ് ലോകം ബുഖാരിയെ പറയുന്നത്, പരിചയപ്പെടുത്തുന്നത്. അബു അബ്ദുള്ള മുഹമ്മദ് ബിൻ ഇസ്മായിൽ ബുഖാരി, അതാണ് അദ്ദേഹത്തിൻ്റെ പേര്, അബു അബ്ദുള്ള. ആ മുഹമ്മദ് ബിൻ ഇസ്മായിൽ ബുഖാരി രചിച്ചിട്ടുള്ള ഈ ബുഖാരി എന്താണ് പണ്ഡിത ലോകത്ത് ആ ഗ്രന്ഥത്തിനുള്ള സ്ഥാനം? അസഹുൽ കിതാബി ബഅദ കിതാബില്ല, അള്ളാഹിൻ്റെ കിതാബ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശരിയായ ഗ്രന്ഥം എന്നാണ്.
ആ ഗ്രന്ഥത്തിലാണ് ഈ ഹദീസ് നബിക്ക് സിഹ്ർ ബാധിച്ചു എന്ന ഹദീസ് ഉദ്ധരിക്കുന്നത്. അപ്പോൾ സഹീഹുൽ ബുഖാരി നമ്മുടെ യാതൊരുവിധ അത്രയും സൂക്ഷ്മമായി അത്രയും പരിശോധനയിലൂടെ എല്ലാം ശരിയായ നിലക്ക് രേഖപ്പെടുത്തി വെച്ച അമൂല്യമായ ഒരു ഹദീസ് ഗ്രന്ഥമാണ് ബുഖാരി. ആ ബുഖാരിയിലാണ് നബിക്ക് സിഹ്ർ ബാധിച്ചു എന്ന ഹദീസ് ഉള്ളത്. അതാണിപ്പോൾ നമ്മൾ തള്ളുന്നത്. എന്നിട്ട് പിന്നെ അതിന് ഉള്ള മുഴുവൻ ആളുകളെക്കുറിച്ചും എന്താ അത് വളരെ മോശപ്പെട്ട എന്താണ് ആ ഹദീസിൻ്റെ റാവിയിലുള്ള ഇശാം ഇബ്നു ഉർവ. ആ ഇശാം ഇബ്നു ഉർവ എന്താണ്? കദ്ദാബാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. അതാര് പറഞ്ഞു? മാലിക് പറഞ്ഞു എന്നാണ് പറയണത്. എന്നാൽ മാലിക് തന്നെ 30ഓളം ഹദീസുകൾ ഈ ഹിഷാമിൽ നിന്ന് ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ കദ്ദാബാണെന്ന് പറയുന്ന ഒരാൾ പിന്നെ ഇമാം മാലിക് അദ്ദേഹത്തിൽ നിന്ന് ഉദ്ധരിക്കുമോ? അപ്പോൾ അങ്ങനെ പറഞ്ഞ ആ ആശയത്തിൻ്റെ ആ വാക്കിൻ്റെ ആശയം തന്നെ അതല്ല. അദ്ദേഹം കളവ് പറയുന്നു എന്നല്ല. ഹദീസ് ഉദ്ധരിക്കുന്ന വിഷയത്തിൽ അദ്ദേഹത്തിനൊരു തെറ്റും പറ്റിയിട്ടില്ല. എല്ലാ മുഹദ്ദിസുകളായ ആളുകളും ഇശാം ഇബ്നു ഉർവയിൽ നിന്ന് ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഹദീസിന് യാതൊരു തകരാറുമില്ല. സഹോദരന്മാരെ, ഇതൊക്കെ നോക്കുമ്പോൾ പണ്ഡിത ലോകത്തിൻ്റെ പിന്തുണ വേണം, പ്രവാചകൻ്റെയും സഹാബത്തിൻ്റെയും പിന്തുണ വേണം. ഇവരുടെയൊക്കെ പരമ്പരാഗതമായി നമുക്ക് കിട്ടിയ പ്രമാണങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ പ്രവാചകന് സിഹ്ർ ബാധിച്ചു എന്നത് ശരിയാണ്. അത് അള്ളാഹു ഇങ്ങനെയുള്ള ഒരു മഹാപാപം അത് പഠിപ്പിച്ചു കൊടുക്കാൻ പ്രവാചകനെ ഏൽപ്പിച്ചു. അത് തനിക്ക് തന്നെ ബാധിച്ചു എന്ന കാര്യം അത് ജനങ്ങളെ അദ്ദേഹം പഠിപ്പിച്ചു. അതുകൊണ്ട് തന്നെ അത്തരം സിഹ്ർ ബാധിക്കാതിരിക്കാൻ, പൈശാചിക ബാധ ബാധിക്കാതിരിക്കാൻ ഒരുപാട് ദുആകളും ദിക്റുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഇവിടെ പെണ്ണുങ്ങൾക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ലേ, മഗ്രിബാകുന്ന സമയത്ത്, സന്ധ്യാസമയത്ത് നിങ്ങളുടെ കുട്ടികളെ പുറത്തേക്ക് അയക്കരുത്. എന്താണ്? പൈശാചികമായ ഉപദ്രവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഉറങ്ങാൻ കിടക്കുമ്പോൾ നിങ്ങൾ മുഅബ്ബദത്തൈനിയും അതുപോലെ ഖുൽ ഹുവല്ലാഹു അഹദ് ഓതിക്കിടക്കണം. അതുപോലെ തന്നെ ആമനർ റസൂൽ ഓതണം. അതുപോലെ തന്നെ ഏറ്റവും വലിയ പിന്നെ വചനമായ എന്താണ് ആയത്തുൽ കുർസി പാരായണം ചെയ്യണം. ഇങ്ങനെ ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴുമൊക്കെ ഒരുപാട് ദിക്റുകൾ, സാധാരണഗതിയിൽ രാവിലെ ചെല്ലേണ്ട ദിക്റുകൾ, വൈകുന്നേരം ചെല്ലേണ്ട ദിക്റുകൾ, ഇതൊക്കെ ഇത്തരം അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ നിന്ന് മനുഷ്യനെ ബാധിക്കാൻ സാധ്യതയുള്ള ഉപദ്രവങ്ങളും ബുദ്ധിമുട്ടുകളും ഇല്ലാതിരിക്കാനാണ്. അല്ലാഹു അൻസിൽനി മൻസിൽ മുബാറക്കൻ വഅൻത ഖൈറുൽ മുൻസിലീൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് നിങ്ങളൊരു സ്ഥലത്ത് പോയി ഇറങ്ങുമ്പോൾ, നിങ്ങളുടെ നാടല്ലാത്ത വേറൊരു നാട്ടിൽ ചെന്ന് നിങ്ങൾ താമസിക്കാൻ മെനക്കെടുമ്പോൾ, ഒരു ലോഡ്ജ് എടുത്തതിൽ താമസിക്കാൻ മെനക്കെടുമ്പോൾ അല്ലാഹു അൻസിൽനി മുൻസിൽ മുബാറക്കൻ വഅൻത ഖൈറുൽ മുൻസിലീൻ എന്ന് പറയണം. അങ്ങനെ പറഞ്ഞാൽ അവിടെ നിന്നൊരു ഉപദ്രവവും നിങ്ങൾക്കുണ്ടാവുകയില്ല. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. ഇതൊക്കെ പ്രമാണമാണ്. ഈ പ്രമാണം ചോദ്യം ചെയ്യാതെ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇദാ ഖലല്ലാഹു വ റസൂലുഹു അംറൻ അൻ യകൂന ലഹുൽ ഖിയറതു മിൻ അംരിഹിം, പിന്നെ അതിനെ വ്യാഖ്യാനിച്ച്, പിന്നെ അതിനെ അർത്ഥം പറഞ്ഞ്, പിന്നെ അതിനെ വിശദീകരിച്ച്, പിന്നെ അതിനെ വിടക്കാക്കി, പിന്നെ അതിനെ തള്ളിക്കളഞ്ഞ്, പിന്നെ അതിനെ ചവിട്ടി മതിച്ച്, പിന്നെ ആ പരമ്പരയിൽപ്പെട്ട ഒരുപാട് ആളുകൾക്ക് ഒരുപാട് ആക്ഷേപങ്ങൾ ചൊരിഞ്ഞ് അങ്ങനെ വിചാരിക്കുന്നവനല്ല യഥാർത്ഥ മുസ്ലിം. അവൻ എല്ലാറ്റിനെയും ബഹുമാനിക്കുന്നു. അതുകൊണ്ട് പ്രവാചകന് ഇറങ്ങിയ വചനങ്ങൾ അത് പ്രവാചകനിൽ നിന്ന് നേരിട്ട് കേട്ട സഹാബത്ത്, ആ സഹാബത്തിൽ നിന്ന് നേരിട്ടത് കേട്ട താബികൾ, താബികളിൽ നിന്ന് അത് കേട്ട തബഅ താബികൾ, ഇവരാണ് സലഫ് എന്ന് പറയുന്നവർ. ഇവരാണ് സലഫികൾ, പൂർവികന്മാർ. ആ പൂർവികന്മാർ ഒരു വചനത്തെക്കുറിച്ച് എന്താണ് അവർ മനസ്സിലാക്കിയത്, ഒരു ഹദീസിൻ്റെ അർത്ഥം എന്താണ് അവർക്ക് മനസ്സിലായത്, ഈ ഒരു ആശയം അവരെങ്ങനെയാണ് പഠിപ്പിച്ചത്? കാരണം അവർക്ക് ഇതൊന്നും സ്പർശിക്കാതെ പോയിട്ടില്ലല്ലോ. ഏത് ചെറിയ വിഷയങ്ങളാണെങ്കിൽ പോലും ജൂതന്മാർ വന്ന് നബിയോട് പറഞ്ഞില്ലേ, ജൂതന്മാർ വന്ന് വിശ്വാസികളോട് പറഞ്ഞില്ലേ, നിങ്ങളുടെ പ്രവാചകൻ നിങ്ങളെ ഒരു കാര്യവും പഠിപ്പിക്കാതെ പോയിട്ടില്ല. മലമൂത്ര വിസർജനം ചെയ്യുന്ന സമയത്ത് എങ്ങോട്ടാണ് തിരിഞ്ഞിരിക്കേണ്ടത് എന്നിവരെ അഭിപ്രായപ്പെട്ടിട്ടാണ് നിങ്ങളുടെ പ്രവാചകൻ മുഹമ്മദ് വേറിട്ട് പോയത്. അത്രയും വിശദമായി മനുഷ്യജീവിതത്തിൻ്റെ സ്പർശിയായ മുഴുവൻ കാര്യങ്ങളും നമ്മളെ പഠിപ്പിച്ചതിന് ശേഷം ഈ ലോകത്തിൽ നിന്ന് വിട്ടുപിരിഞ്ഞ റസൂൽ, അത് കിട്ടിയ ആ പരമ്പര, ആ പരമ്പരക്കാണ് നമ്മൾ സലഫ് എന്ന് പറയുന്നത്. അവരുടെ മൻഹജ് അഥവാ അവരുടെ ആശയധാരയിൽ ആരാണോ ജീവിക്കുന്നത്, ആരാണോ അത് അംഗീകരിക്കുന്നത്, അവർക്കാണ് സലഫികൾ എന്ന് പറയാം. അല്ലാതെ ഇവിടെ സലഫി ബോർഡ് വെച്ച് പള്ളിന് മുമ്പിൽ സലഫി പള്ളി എന്ന് ബോർഡ് വെച്ചതുകൊണ്ട്, അതല്ലെങ്കിൽ സലഫി ഗ്രാമം എന്ന് സമ്മേളന ഗ്രാമത്തിന് പേരിട്ടതുകൊണ്ട് സലഫികളാവില്ല. സലഫികളാകണമെങ്കിൽ ഞാനീ പറഞ്ഞ നിബന്ധന പാലിക്കണം. എനിക്ക് എൻ്റെ വക യാതൊരു അഭിപ്രായവുമില്ല. അത് അള്ളാഹു റസൂലിനെ പഠിപ്പിച്ചു,
റസൂൽ സഹാബത്തിനെ പഠിപ്പിച്ചു, സഹാബത്ത് താബിഈങ്ങൾക്ക് പഠിപ്പിച്ചു. എന്താണോ അവർ പറഞ്ഞത്, എന്താണോ അവർ വിശ്വസിച്ചത്, എന്താണോ അവർ പ്രവർത്തിച്ചത്, അത് എനിക്ക് ബാധകമാണ്. ഞാൻ അതപ്പടി സ്വീകരിക്കുന്നു. അതിലൊന്നും തള്ളാൻ ഞാൻ ആളല്ല. ഞാൻ വളരെ വിവരം കുറഞ്ഞവനാണ്. വിവരമുള്ളവൻ അള്ളാഹുവാണ്, പിന്നെ അള്ളാഹിൻ്റെ റസൂലാണ്. അതാണ് വിശുദ്ധ അള്ളാഹു പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു ഇദാ തനാസഅതും ഫി റദ്ദു യാ അയ്യുഹല്ലദീന ആമനു അത്തിയുല്ലാഹ വ അത്തിയുർ റസൂല ഉലിൽ അംരി മിൻകും വഇൻ തനാസഅതും ഫി ഷൈഇൻ ഫറദ്ദൂഹു ഇലല്ലാഹി വർ റസൂൽ ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ. സഹോദരന്മാരെ, ശരിക്കും ശ്രദ്ധിക്കുക. എന്താണ്? നിങ്ങൾ അള്ളാഹിനെ അനുസരിക്കണം, റസൂലിനെ അനുസരിക്കണം. കൈകാര്യകർത്താക്കളായ ഭരണാധികാരികൾ, ഒരു ഇസ്ലാമിക രാജ്യത്ത് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഭരണാധികാരികൾ അവിടെ ഒരു നിയമമുണ്ടാക്കി, ആ നിയമവും നിങ്ങൾ അനുസരിക്കണം. പിന്നെ പറഞ്ഞു, നിങ്ങൾക്ക് മതപരമായ വിഷയങ്ങളിൽ നിങ്ങൾക്ക് അഭിപ്രായ ഭിന്നത ഉണ്ടായാൽ, സമൂഹമാണല്ലോ, എന്തെങ്കിലും കാര്യത്തിൽ അഭിപ്രായ ഭിന്നത ഉണ്ടായിക്കൂടാന്നില്ല, ഉണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഉലുൽ അംറിൻ്റെ അടുക്കിലേക്ക് മടക്കണമെന്ന് അല്ലാഹ് പറഞ്ഞില്ല. ഫറദ്ദൂഹു ഇലല്ലാഹി വർ റസൂൽ, അള്ളാഹുവിലേക്കും റസൂലിലേക്കും മടക്കണം. മാത്രമല്ല അത് നിങ്ങളുടെ ബാധ്യതയാണ്. ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ. നിങ്ങൾ മതപരമായ വിഷയങ്ങളിൽ അള്ളാഹു എന്ത് പറഞ്ഞു, റസൂൽ എന്ത് പറഞ്ഞു എന്ന് ശ്രദ്ധിച്ച് അവരുടെ വചനങ്ങളിലും വാക്കുകളിലും ചരിത്രത്തിലും എന്താണ് ഉള്ളത് എന്ന് പരിശോധിച്ച് അത് സ്വീകരിക്കാൻ നിങ്ങൾ സന്നദ്ധമല്ലെങ്കിൽ നിങ്ങൾക്ക് ഈമാൻ ഇല്ല, നിങ്ങളുടെ ഈമാൻ പൂർത്തിയായിട്ടില്ല. ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അള്ളാഹുവിലും അന്ത്യദിനത്തിലും നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ എന്താണ് ഇവർ പറഞ്ഞത് അതിലേക്ക് നിങ്ങൾ മടക്കണം. ആ അള്ളാഹുവിലേക്ക് മടക്കണം, അഥവാ ഖുർആനിലേക്ക് മടക്കണം, സുന്നത്തിലേക്ക് മടക്കണം. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഓരോ വിഷയങ്ങളിലും നമുക്ക് വളരെയധികം വലിയ മാതൃക ഈ പ്രമാണങ്ങളിലുണ്ട്. അപ്പോൾ ഈ പ്രമാണത്തെ സ്വീകരിക്കണം. ഒരു ചെറിയ ഉദാഹരണവും കൂടി ഞാൻ പറയാം. വിശുദ്ധ ഹദീസ് ഗ്രന്ഥങ്ങളിൽ മുത്തഫഖുൻ അലൈഹിയായ വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസുണ്ട്. അത് പല്ലിയെ കൊല്ലണം എന്ന് പറഞ്ഞ വസ്ഗ് എന്ന് പറയുന്ന ഒരു ജീവി, അതിനെ കൊല്ലണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസാണ്. അപ്പോൾ നമ്മുടെ ഈ പറഞ്ഞ വാദപ്രതിവാദ വിദഗ്ധന്മാരുടെ കക്ഷികൾ എന്ത് ചെയ്തു? അതിനൊരു സിനിമ ഉണ്ടാക്കി, ഒരു ഇരുമ്പൊലക്ക. എന്നിട്ട് ഒരാൾ ഒരു ചെറിയ ജീവനെ ഇരുമ്പൊലക്ക കൊണ്ട് തല്ലിക്കൊല്ലുന്ന, പരിഹസിക്കുന്ന, ആരെയാണ് പരിഹസിക്കുന്നത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഏറ്റവും ശക്തമായ സനദിലൂടെ ഉദ്ധരിക്കപ്പെട്ടൊരു ഹദീസ്. ആ ഹദീസിനെയാണ് പരിഹസിക്കുന്നത്. അപ്പോൾ എന്താണ്? തനിക്ക് സൗകര്യമുണ്ടെങ്കിൽ പ്രമാണങ്ങളെ സ്വീകരിക്കുക, തനിക്ക് സൗകര്യമില്ലെങ്കിൽ പ്രമാണങ്ങളെ തള്ളിക്കളയുക. ഈച്ച ഭക്ഷണ പാനീയത്തിൽ വീണാൽ എന്ത് ചെയ്യണം എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. അതിൻ്റെ ഒരു ചിറകിൽ ദാ ഉണ്ട്, മറ്റൊരു ചിറകിൽ ദവാ ഉണ്ട്. അതിൻ്റെ ഒരു ചിറകിൽ രോഗമുണ്ട്, ആ രോഗത്തിനുള്ള ശമനവും അതിൻ്റെ അടുത്ത മറ്റേ ചിറകിലുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പാനീയത്തിൽ ഈച്ച വീണാൽ ഒന്ന് മുക്കിയെടുത്ത് പുറത്തേക്ക് കളഞ്ഞേക്കണം. കാരണം ഏത് ചിറകാണ് താന്ന് കിടക്കുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. ഒന്നുകിൽ ദാഇൻ്റേതാകാം, അല്ലെങ്കിൽ ദവാഇൻ്റേതാകാം. അപ്പോൾ ദാഇൻ്റെ ചിറകാണ് മുങ്ങിക്കിടക്കുന്നതെങ്കിൽ ആ ദാ നമുക്ക് കിട്ടും, ദവാ മറ്റേ ചിറകിലാണുള്ളത്. അപ്പോൾ ഒന്ന് മുക്കണം. മുക്കിയാൽ പിന്നെ ഇത് രണ്ടും സുരക്ഷിതമായി. ഇപ്പോഴതാ പഠനം, അങ്ങനെയുള്ള ശാസ്ത്രത്തിൻ്റെ പഠനം അങ്ങനെ വരുന്നത്. ഇപ്പോൾ ശാസ്ത്രീയമായ പഠനങ്ങളിലൂടെ അന്ന് ആ കാലത്ത് ഒരു ശാസ്ത്രത്തെക്കുറിച്ചും അതിൻ്റെ ABCD ബാലപാഠം പോലും അറിയാത്ത മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് പറഞ്ഞ ആ കാര്യം ശാസ്ത്രീയ ഗവേഷണങ്ങളിലൂടെ 100% ശരിയാണ് എന്ന് ഇപ്പോൾ അഭിപ്രായം പുറത്തു വന്നിരിക്കുന്നു. അപ്പോൾ പരിഹസിച്ച ആളുകളൊക്കെ ഇവിടെ, ഇങ്ങനെ കളിയാക്കിയ ആളുകളൊക്കെ, പ്രമാണങ്ങളെ കളിയാക്കിയ ആളുകളോടെ പോയി. സഹോദരന്മാരെ, ഇങ്ങനെയുള്ള പ്രമാണങ്ങളിലേക്ക് മടങ്ങിയാൽ നമ്മുടെ ഒറ്റനേകം തർക്കങ്ങൾ നമുക്ക് പരിഹരിക്കാൻ സാധിക്കും. പ്രമാണങ്ങളിലേക്ക് മടങ്ങുന്നതിന് പകരം മാലയിലേക്കും മൗലൂദിലേക്കും അതുപോലെ തന്നെ വേറെ ചില അഭിപ്രായങ്ങളിലേക്കുമൊക്കെ നമ്മൾ പിരിഞ്ഞു പോവുകയും അതൊക്കെ സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ വിശ്വാസത്തിലും കർമ്മങ്ങളിലുമൊക്കെ ഒരുപാട് തകരാറ് സംഭവിക്കും. അങ്ങനെ തകരാറ് സംഭവിച്ചാൽ നമുക്ക് പരലോകത്തെത്തുമ്പോൾ ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ ഹൗലിൻ്റെ അടുക്കൽ ഹാജരാകുമ്പോൾ ഒരു വലിയ സംഘം അദ്ദേഹത്തെ തേടി വരും. അപ്പോൾ മലക്കുകൾ അദ്ദേഹത്തോടൊന്ന് പറയും, ഇതാ ഈ സംഘത്തെ സ്വീകരിക്കരുത്, അവരെ നീ ആട്ടിക്കളയണം. അപ്പോൾ അവരെന്താണ്? അവരെൻ്റെ ഈ എൻ്റെ പിന്നെ സമുദായത്തിൽപ്പെട്ടവരല്ലേ, ഉമ്മത്തി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ മലക്കുകളോട് പറയും, അവരെൻ്റെ ഉമ്മത്തിൽപ്പെട്ട ആൾക്കാരല്ലേ, ഞാൻ എന്താണ് അവരെ സ്വീകരിക്കാതിരിക്കണം? അപ്പോൾ പറഞ്ഞു, ബദ്ദലു ബഅദക്, താങ്കൾ മരണപ്പെട്ടതിന് ശേഷം
താങ്കളുടെ ജീവിതത്തിന് ശേഷം താങ്കളുടെ മതത്തിൽ താങ്കൾ പറയാത്ത പുതിയ കാര്യങ്ങൾ, തെളിവില്ലാത്ത, പ്രമാണമില്ലാത്ത, താങ്കൾ പഠിപ്പിച്ചിട്ടില്ലാത്ത പുതിയ പുതിയ കാര്യങ്ങൾ മതത്തിൽ കൊണ്ടുവന്ന ആളുകളാണവർ. അങ്ങനെ കൃത്യമായി പ്രവാചകന് മലക്കുകൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ വരുമ്പോൾ സുഹൃക്കൻ, പ്രവാചകൻ പറയും സുഹൃക്കൻ, നിങ്ങൾ വിട്ടുപോകണം, അകന്നു പോകണം എന്ന് പറഞ്ഞുകൊണ്ട് ആ വിഭാഗത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ദൂരെയാക്കുന്ന കാര്യം ഹദീസ് പ്രമാണങ്ങളിൽ നമുക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, ഞാൻ എൻ്റെ ഈ ആമുഖ സംസാരം അവസാനിപ്പിക്കുകയാണ്. പക്ഷേ ഏതായാലും വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം അതിന് വളരെ നിർബന്ധമുള്ള ഒരു കാര്യം, പ്രമാണത്തിൽ വിശദീകരിക്കപ്പെട്ട കാര്യങ്ങൾ, ഖുർആനും സുന്നത്തുമാണ് നമ്മുടെ പ്രമാണം. അതിലൂടെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ, അതിലൂടെ മനസ്സിലാക്കിയ കാര്യങ്ങൾ, അത് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ മത ആചാര അനുഷ്ഠാന നടപടിക്രമങ്ങളിൽ നമ്മൾ പാലിക്കാൻ തയ്യാറാകണം. അതിനെ പരിഹസിക്കുകയോ അതിനെ തള്ളിക്കളയുകയോ അതിനെ വെല്ലുവിളിക്കുകയോ അതിനെതിരായി വാദപ്രതിവാദം നടത്തുകയോ ഒക്കെ ചെയ്യാൻ ഒരു മുസ്ലിം ധൈര്യപ്പെടുന്നുവെങ്കിൽ അവനെ സംശയിക്കണം. സഹോദരന്മാരെ, ഒരുപാട് അവാന്തര വിഭാഗങ്ങൾ അള്ളാഹുവിൻ്റെ പരീക്ഷണാർത്ഥം നിങ്ങൾ എൻ്റെ ശേഷം ജീവിക്കുകയാണെങ്കിൽ ഫസയറ ഇഖ്തിലാഫൻ കസീറ, ധാരാളക്കണക്കിന് അഭിപ്രായ ഭിന്നതകൾ എൻ്റെ സമുദായത്തിൽ നിങ്ങൾ കാണാൻ സാധിക്കും. പക്ഷെ അതിൽ ഏറ്റവും ശരിയായ മാർഗത്തിലുള്ള വിഭാഗം ആരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു. മാ അന അലൈഹി വ അസ്ഹാബി, ഞാനും എൻ്റെ സഹാബത്തും ഏതൊരു നിലപാട് സ്വീകരിച്ചുവോ ആ നിലപാടിൽ നിലകൊള്ളുന്ന ആരാണ് നിങ്ങൾ പരിശോധിക്കണം. ആ പരിശോധിക്കുമ്പോൾ നിങ്ങൾക്ക് വേഗം മനസ്സിലാവും, വേഗം ആളെ തിരിഞ്ഞ് വേറെയായി കിട്ടും. അതുകൊണ്ട് മാ അന അലൈഹി വ അസ്ഹാബി, ആ ഫിർഖത്തുൻ നാജിയ, രക്ഷപ്പെട്ട വിഭാഗം, അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമായ വിഭാഗമായി തീരാൻ നമ്മൾ പരിശ്രമിക്കണം. പ്രമാണത്തിലേക്ക് മടങ്ങണം, ആ പ്രമാണങ്ങളെ പഠിപ്പിക്കണം, ആളുകൾക്കിടെ ഇതിനെക്കുറിച്ചുള്ള ശക്തമായ പ്രചാരങ്ങൾ നടത്തണം. അതുകൊണ്ട് ആ വിശുദ്ധ ഖുർആനും ആ തിരുസുന്നത്തും അത് നമ്മുടെ ജീവിതത്തിൽ പാലിക്കാനും അതനുസരിച്ച് ജീവിതത്തെ രൂപപ്പെടുത്തുവാനും സർവശക്തനായ തമ്പുരാൻ നമുക്കെല്ലാം തൗഫീക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലാ അബ്ദിക റസൂലിക മുഹമ്മദ്.